ഈ തെരഞ്ഞെടുപ്പിലെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് പിന്നാലെ വലിയ പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. പ്രത്യേകിച്ച് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അധികാരത്തിൽ വരാമെന്ന വലിയ പ്രതീക്ഷ വർദ്ധിപ്പിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി? കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള ഒരുപാട് പേരുണ്ട്. സാധാരണഗതിയിൽ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാകുക എന്നുള്ളൊരു കീഴ്വഴക്കമാണ് ഇതുവരയ്ക്കും UDF-ൽ കണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ പ്രതിപക്ഷ നേതാവ് ആയിരുന്നിട്ടും മുഖ്യമന്ത്രിയാകാൻ പറ്റാതിരുന്ന സമീപകാലത്തെ നേതാവ് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും UDF പ്രതിപക്ഷത്താകുകയാണ് ഉണ്ടായത്. പിണറായി വിജയൻ 2, രണ്ടാമത്തെ പിണറായി വിജയൻ സർക്കാർ, അതും സീറ്റ് വർദ്ധിപ്പിച്ചു. അതും നിലവിലുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സീറ്റിലാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നത്. പിന്നീട് പ്രതിപക്ഷ നേതാവായിട്ട് VD സതീശനാണ്. നിലവിൽ മിനിമം ഒരു 6-7 യോഗ്യരായ നേതാക്കൾ UDF-ലുണ്ട് എന്നുള്ളതാണ് സത്യം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് ക്ലെയിം വച്ചിട്ടില്ലെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് ഒരു നേതാവിനെ കൂടി ഈ കൂട്ടത്തിൽ നമുക്ക് കൂട്ടാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ കുറേ 6-7 നേതാക്കൾ ഉള്ളതല്ലേ വലിയ തലവേദന. കാരണം സൂചിപ്പിച്ചതുപോലെ തന്നെ പല വിഭാഗങ്ങളിൽ നിന്നും പല മതത്തിൽ നിന്നും അതൊരു വലിയ തമ്മിലടിയായി നാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ കണ്ടിരുന്നല്ലോ. കാരണം ഈ പല നേതാക്കൾ രൂപപ്പെടുകയാണ്, മറുഭാഗത്ത് ഒറ്റ നേതാവിൽ കേന്ദ്രീകരിക്കുകയാണ്. പിണറായി എന്ന ഒറ്റ നേതാവിന് പകരം വയ്ക്കുന്നത് ഇവിടെ ഒരു 6-7 പേരെയാണ്. അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയല്ലേ? നമുക്ക് വേണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഏതൊരു സാഹചര്യത്തിലും, നമ്മുടെ എല്ലാ ഓർമ്മയിൽ ഏതൊരു സാഹചര്യത്തിലും മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ വൈകിയതിൻ്റെ പേരിൽ ഒരു ഭരണനഷ്ടമൊന്നും കോൺഗ്രസ്സിൽ ഉണ്ടായിട്ടില്ല. കലാകാലങ്ങളായി പ്രതിപക്ഷ നേതാവായിരുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ കുറേ നാൾ കേരളത്തിലെ മുഖ്യമന്ത്രിയായി. പ്രത്യേക സാഹചര്യത്തിൽ കെ കരുണാകരൻ മാറേണ്ടി വന്നപ്പോൾ AK ആൻ്റണി മുഖ്യമന്ത്രിയായിട്ടുണ്ട്. AK ആൻ്റണി മാറിയ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും എല്ലാവരുടെയും സമ്മതത്തോടു കൂടി തന്നെ, അല്ലെങ്കിൽ ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശപ്രകാരം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിട്ടുണ്ട്. അതിനേക്കാളപ്പുറത്തേക്ക് ആ വക കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ ഇപ്പോഴും കെൽപ്പുള്ള നേതൃത്വം തന്നെയാണ് കോൺഗ്രസിൻ്റെയും അല്ലെങ്കിൽ AICCയുടെയും. പക്ഷേ ശശി തരൂരിനെ അടക്കമുള്ള വലിയ നേതാക്കൾ വീണ്ടും പ്രതീക്ഷയോടെ രംഗത്തിറങ്ങുകയാണ്. അദ്ദേഹം നമുക്കറിയാം, കുറച്ച് നാൾ മുമ്പ് അദ്ദേഹം ഒരു യാത്ര തന്നെ നടത്തിയിരുന്നു. NSS ആസ്ഥാനം സന്ദർശിക്കുന്നു, പാണക്കാട് സന്ദർശിക്കുന്നു, വെള്ളാപ്പള്ളിയെ സന്ദർശിക്കുന്നു. കാരണം അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അത്തരം നേതാക്കൾ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുകയാണ്. അതിന് സമാനമായി തന്നെ അത്തരം നീക്കങ്ങൾ ഉണ്ടാക്കുമോ? രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ പ്രതീക്ഷയുണ്ട് ഈ മുഖ്യമന്ത്രി ആകണമെന്ന്. കാരണം അദ്ദേഹവുമായി ബന്ധപ്പെട്ടിരുന്ന പല നേതാക്കളും, അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിച്ച പല നേതാക്കളും ദേശീയ തലത്തിൽ പോലും വലിയ രീതിയിൽ മുഖ്യമന്ത്രി കസേര അടക്കമുള്ള പല സുപ്രധാന പദവിയിലേക്കും എത്തിയിട്ടുണ്ട്. പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിനു മുമ്പ് ഇപ്പോൾ പല ഉപതെരഞ്ഞെടുപ്പുകളും ഉണ്ടായി. ആ ഉപതെരഞ്ഞെടുപ്പുകളിൽ വലിയ വിജയം കൊയ്തത് VD സതീശനാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു പോരാട്ടം നാം കാണേണ്ടി വരുമോ പാർട്ടിക്കുള്ളിൽ തന്നെ? രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവാവുന്നതിന് മുമ്പ് KPCC അധ്യക്ഷനായിരിക്കുമ്പോഴും ഒരുപാട് തെരഞ്ഞെടുപ്പുകളിൽ വലിയ വിജയങ്ങൾ UDF-ന് സമ്മാനിച്ച ആളാണ്. നിർഭാഗ്യവശാൽ പ്രതിപക്ഷ നേതാവിൽ നിന്നൊരു പ്രമോഷൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരേണ്ടതായ തെരഞ്ഞെടുപ്പിൽ UDF പരാജയപ്പെട്ടതുകൊണ്ട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ ആ സമയത്ത് ഒരു നേതൃമാറ്റം, തെളിഞ്ഞും മറിഞ്ഞുമല്ല, ഒരു നേതൃമാറ്റം എന്ന് പറയുന്ന വിഷയം ചർച്ചയാകുകയും പ്രതിപക്ഷ നേതാവിനെയും KPCC പ്രസിഡന്റിനെയും എല്ലാം ഒരേ സമയം മാറ്റുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടായി. അപ്പോൾ പറഞ്ഞു വരുന്നത് രമേശ് ചെന്നിത്തലയ്ക്ക് ആ മുഖ്യമന്ത്രി സ്ഥാനം ഇനി പ്രതീക്ഷിക്കേണ്ടെന്നാണ്. സ്വാഭാവികമായും കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ്സുകാരല്ല. ഹൈക്കമാൻഡിന് തീർച്ചയായിട്ടും ഒരു സേ ഉണ്ടാവും, അവർക്കൊരു സ്റ്റാൻഡ് ഉണ്ടാവും. ഒപ്പം തന്നെ നമ്മുടെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, UDF-ൽ തന്നെയുള്ള മറ്റു ഘടകകക്ഷികളുടെ ഹൈക്കമാൻഡ് അങ്ങനെ തീരുമാനം എടുക്കുമെന്ന് പറയുമ്പോഴും കേരളത്തിലെ MLA-മാരുടെ അവരുടെ നിലവാരം അല്ലെ, അവരുടെ അഭിപ്രായം അറിഞ്ഞല്ലേ പ്രഖ്യാപനം ഉണ്ടാകുകയുള്ളൂ. അഭിപ്രായം എന്നെല്ലാം നമ്മൾ പറയാൻ വേണ്ടി പറയാം. ഹൈക്കമാൻഡിൻ്റെ ഇംഗിതം അനുസരിച്ച് അഭിപ്രായം പറയുന്ന MLA-മാരായിരിക്കും കേരളത്തിൽ തിരഞ്ഞെടുത്ത് വരുന്നത്. ഒപ്പം തന്നെ നമുക്കത് മനസ്സിലാകണമെങ്കിൽ ഓരോ തെരഞ്ഞെടുപ്പിലും അവരവരുടെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയിട്ട്
ഗ്രൂപ്പ് മാനേജർമാരെന്നോ അല്ലെങ്കിൽ ഗ്രൂപ്പ് മുതലാളിമാരെന്നോ ഒക്കെ നമ്മൾ പരിഹാസരൂപേണ കളിയാക്കുന്ന കോൺഗ്രസ്സിലെ തന്നെ നേതാക്കൾ അവരവർക്ക് ഇഷ്ടമുള്ള ആളുകളെ നിയമസഭയിലേക്ക് സീറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് സമ്മർദ്ദം ചെലുത്തുകയും ഹൈക്കമാൻഡിൽ ഇടപെടലുകൾ നടത്തുകയൊക്കെ ചെയ്തിട്ട് സ്ഥാനാർത്ഥികളാക്കുന്നുണ്ട്. ആ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അനുകൂലമായിട്ടുള്ള നിലപാടായിരിക്കും എടുക്കുക. ആത്യന്തികമായി അവിടെ ഒരു അടി പ്രതീക്ഷിക്കാമല്ലേ? തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ തങ്ങളുടെ ഗ്രൂപ്പിലെ പ്രവർത്തകരെ സ്ഥാനാർത്ഥിയാക്കി മാറ്റാനുള്ള ഒരു ശ്രമം എല്ലാ ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണോ പറഞ്ഞു വരുന്നത്? അത് കാലാകാലങ്ങളായിട്ട് കോൺഗ്രസിൽ നടക്കുന്ന ഒരു കലാപരിപാടിയാണ്, അല്ലാതെ പുതുതായിട്ട് അവതരിപ്പിക്കുന്ന പരിപാടിയല്ല. വിജയിച്ചു വരുന്ന ആളുകൾക്ക് മുഖ്യമന്ത്രിയെ സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ വരികയാണെങ്കിൽ അവർക്കറിയാം ഹൈക്കമാൻഡിൻ്റെ ശുപാർശയുള്ള അല്ലെങ്കിൽ ഹൈക്കമാൻഡിന് താല്പര്യമുള്ള ഒരു കാൻഡിഡേറ്റിനെ അവർ തീർച്ചയായിട്ടും പിന്തുണയ്ക്കുക തന്നെ ചെയ്യും. പക്ഷേ ഈ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇവരൊരു വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരുന്നു. ആ മുന്നേറ്റത്തിന് ശേഷമാണ് നാം വലിയ തർക്കങ്ങൾ രൂക്ഷമാകുന്നത് കണ്ടത്. NSS ആസ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയെ വിളിക്കുന്നു. അവിടെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം പോലെയായിരുന്നു ആ NSSന്റെ ആസ്ഥാനം മാറുന്ന ഒരു കാഴ്ച കണ്ടത്. പിന്നീട് ഒളിഞ്ഞും തെളിഞ്ഞും ലീഗിന്റെ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ രമേശ് ചെന്നിത്തല ആകണമെന്ന് ലീഗ് ഉൾപ്പെടെയുള്ളവർ ആഗ്രഹിക്കുമ്പോൾ പാർട്ടി പ്രവർത്തകരും ഇപ്പോൾ യുവ നേതാക്കളുണ്ടല്ലോ, ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം നേതാക്കൾ ആഗ്രഹിക്കുന്നത് VD സതീശനെ ഉയർത്തിക്കൊണ്ടുവരാനല്ലേ? അത് നാം മുൻപ് കണ്ട ആ ഒരു തമ്മിലടി തന്നെ ഇനിയും കാണേണ്ടി വരുമോ? രാഷ്ട്രീയത്തിൽ പൊതുവെ സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടിയും കിട്ടിക്കഴിഞ്ഞും അവരുടേതായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവരുടെ എണ്ണം ചെറുതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സ്വാഭാവികമായിട്ടും അവനവനെന്ത് ഗുണം കിട്ടും എന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയക്കാർ അവർക്ക് താല്പര്യമുള്ള ആളുകളെ, നേതാക്കളെ തിരഞ്ഞെടുക്കാനായിട്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം ഉണ്ടാകും. നേരെ മറിച്ച് VD സതീശൻ എന്നൊരു കാർക്കശ്യക്കാരനാണ്. ഇപ്പോൾ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ VD സതീശൻ്റെ നിലപാടുകളെ പരിപൂർണമായി പിന്തുണയ്ക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ ഈ കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും സതീശൻ്റെ സ്റ്റാൻഡാണ്, സതീശൻ കൃത്യമായി എടുത്തൊരു നിലപാടാണ് ഇത്ര മനോഹരമായ ഒരു വിജയം UDFന് സമ്മാനിച്ചത് എന്ന് പോലും ഞാൻ വിശ്വസിക്കുന്നു. 2016 മുതൽ തന്നെ ഇപ്പോൾ 25 ആകാൻ പോവുകയാണ്. തുടർച്ചയായി അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയനാണ്. ഈ പിണറായി വിജയന് പകരം വയ്ക്കാനായി കോൺഗ്രസിന് മുന്നിൽ ആരാണുള്ളത്? ഒരു നേതാവുണ്ടോ? പിണറായി വിജയന് പകരം വയ്ക്കുക എന്നുള്ളതല്ല. UDFൽ നമ്മൾ ആദ്യം തന്നെ സംസാരിച്ചതുപോലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനായിട്ട് കപ്പാസിറ്റിയുള്ള ഒന്നിലധികം നേതാക്കന്മാരുണ്ട്. അതിപ്പോൾ നമ്മൾ ശശി തരൂരിൽ തുടങ്ങി മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ VD സതീശൻ, ഇനിയിപ്പോൾ നമ്മളൊരു ദളിത് ഒരു ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ ദളിത് റെപ്രസെൻറ്റേഷനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷുണ്ട്. പിന്നെ KPCC പ്രസിഡന്റ്, കഴിഞ്ഞ KPCC പ്രസിഡന്റ്, ഒരുപാട് വർഷം MLAയും MP ഒക്കെ ആയിരുന്ന K സുധാകരനുണ്ട്. കേരളത്തിലെ കരുത്തനായ കോൺഗ്രസ് നേതാവ് K സുധാകരനുണ്ട്. K സുധാകരൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ക്ലെയിം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. K സുധാകരൻ മുഖ്യമന്ത്രി ആകണമെന്ന് വിചാരിക്കുന്ന ഒരുപാട് കോൺഗ്രസ്സുകാരുണ്ട്. അതേപോലെ തന്നെയാണ് ഇനിയിപ്പോൾ പുതിയ KPCC പ്രസിഡന്റ് സ്വാഭാവികമായിട്ടും ഒരു ഈഴവ റെപ്രസെൻറ്റേഷൻ ഒരു ക്ലെയിമായിട്ട് വരികയാണെങ്കിൽ അടൂർ പ്രകാശിന് മുഖ്യമന്ത്രിയാകാം. നല്ലൊരു ഭരണാധികാരിയാണ്, അത്യാവശ്യം ക്ലീൻ ഇമേജുള്ള ഒരു നേതാവാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് K കരുണാകരൻ്റെ പാരമ്പര്യമായിട്ട് വരുന്ന അത്രത്തോളം ഇപ്പോൾ അത്ര സജീവമല്ലെങ്കിൽ പോലും K മുരളീധരൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ യോഗ്യനാണ്. അങ്ങനെ പറഞ്ഞാൽ നിരവധി നേതാക്കളുണ്ട്. അൾട്ടിമേറ്റ്ലി ഇലക്ഷൻ റിസൾട്ട് UDFന് ഫേവറായി വരികയും ഹൈക്കമാൻഡ് തിരഞ്ഞെടുക്കപ്പെട്ട MLAമാരിൽ നിന്നും, കോൺഗ്രസ് അല്ലെങ്കിൽ UDF MLAമാരിൽ നിന്നും ഒരു അഭിപ്രായ സമന്വയം നടത്തുകയൊക്കെ ചെയ്തു കഴിയുമ്പോൾ ഒരു ആളെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ല, കുറേ നേതാക്കൾ ഉണ്ടെന്ന് പറയുമ്പോൾ അതിലൊരു ജനകീയ മുഖം ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നില്ലല്ലോ. ഇപ്പോൾ കരുണാകരൻ, അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടി, അതോടൊപ്പം ആന്റണി അടക്കമുള്ള ഒരു നേതാവിന്, അവർക്ക് സമാനമായ ഒരു നേതാവില്ല എന്നതല്ലേ ഇപ്പോൾ കോൺഗ്രസിനെ അലട്ടുന്ന പ്രശ്നം. ഇത്തരക്കാരുണ്ട്, അവർ ചിലപ്പോൾ ഒരു ജില്ലയിലോ അതോടൊപ്പം തന്നെ ഒരു മണ്ഡലത്തിലോ ജയിക്കാൻ കഴിയും. മറിച്ച് കേരളത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ജനകീയമായ ഒരു മുഖം ആരാണെന്ന് ചോദിക്കുമ്പോൾ കോൺഗ്രസ് അവിടെ പരാജയപ്പെടുകയല്ലേ? ഒരിക്കലുമല്ല. ശശി തരൂർ ഈ പ്രത്യേക സാഹചര്യത്തിൽ ദേശീയ നേതൃത്വവുമായിട്ട് അകൽച്ചയിലാണെന്ന്, അല്ലെങ്കിൽ അവരുമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്കും ബോധ്യമാകുന്നുണ്ട്. അതല്ലെങ്കിൽ
ശശി തരൂർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകണം എന്ന് വിശ്വസിക്കുന്ന, പക്ഷെ അദ്ദേഹം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പോലും ഒരു വോട്ട് ചോദിച്ചു പോലും കോൺഗ്രസ് വിളിച്ചിട്ടില്ലെന്നാണ് അഭിപ്രായം, അദ്ദേഹത്തിന്റെ തന്നെ അഭിപ്രായം. അതാണ് അത് തന്നെയാണ് സൂചിപ്പിച്ചത്. സമീപ സമയത്ത് ചെറിയ ധാരണ പിശകുകളോ അല്ലെങ്കിൽ ചെറിയ ആശയക്കുഴപ്പങ്ങളൊക്കെ നിലവിലുണ്ട്, ഹൈക്കമാൻഡും അല്ലെങ്കിൽ ശശി തരൂരൊക്കെ ആയിട്ടുണ്ട്. അതല്ലെങ്കിൽ ശശി തരൂർ കേരളത്തിന് മുഖ്യമന്ത്രിയായി വന്നാൽ ഇപ്പോഴുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സംസ്കാരം അത് മാറുമെന്ന് വിശ്വസിക്കുകയും കേരളത്തിനത് ഗുണകരമായി തീരുകയും ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ ഈ ആളുകളൊക്കെ ആയിട്ട് ആശയവിനിമയം നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീഡ്ബാക്കാണ് ശശി തരൂർ കേരളത്തിന് മുഖ്യമന്ത്രിയായാൽ അത് നടക്കുമെന്നല്ല ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന വി ഡി സതീശൻ നല്ല കാൻഡിഡേറ്റാണ്. വി ഡി സതീശന് കേരളത്തിലെമ്പാടും അനുയായികളുണ്ട്. വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന MLA മാരും ഉണ്ടാവും. അല്ല, ഒരു പരിധിവരെ നോക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള പല പ്രധാന പാർട്ടികളും വി ഡി സതീശന് അനുകൂലമായല്ല പലതവണയും സംസാരിക്കുന്നത് നാം കണ്ടിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രധാന കാരണം കുറച്ച് കാർക്കശ സ്വഭാവം, നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സ്വഭാവം വി ഡി സതീശനുള്ളത് കൊണ്ട് മാത്രമാണ്. അത് എന്നെപ്പോലുള്ള ആളുകൾ വിലയിരുത്തുകയാണെങ്കിൽ അത്തരത്തിലുള്ള ശരിയായ വ്യക്തിത്വമുള്ള ആളുകൾ തന്നെയാണ് ഭരണ നേതൃത്വത്തിലേക്ക് വരേണ്ടത്. അത് ഒരു കുറവല്ല, നേരെ മറിച്ച് അതൊരു ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റി അംഗീകരിക്കുന്ന ആളുകൾ വി ഡി സതീശനെ പോലെയുള്ള ആളുകളെ, ഇത് ഒരു കാരണവശാലും രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായ യോഗ്യനല്ല എന്നുള്ള രീതിയിലല്ല പറയുന്നത്. രമേശ് ചെന്നിത്തലയുടേതായ രാഷ്ട്രീയ പാരമ്പര്യം, ഒരുപാട് നാളത്തെ പ്രവർത്തനം എല്ലാം, നമ്മൾ മന്ത്രിയായി, MP ആയി, AICC ജനറൽ സെക്രട്ടറിയൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അതിനൊപ്പം തന്നെ കേരള രാഷ്ട്രീയത്തിൽ ഒരു മുഖ്യമന്ത്രി കസേരയിലേക്ക് വന്നിരിക്കാൻ എന്തുകൊണ്ടും യോഗ്യനായ ആൾ തന്നെയാണ് വി ഡി സതീശൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.